ടി.വി.കെ സർക്കാരിനെ അട്ടിമറിക്കാൻ നടന്ന രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റാകുന്നു. ടി.വി.കെ എം.എൽ.എമാരെ കൂറുമാറ്റിക്കാൻ 35 കോടി വരെ വാഗ്ദാനം ചെയ്തുവെന്ന വിവരവും സംഭവത്തിൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തതോടെ ഡി.എം.കെ പ്രതിരോധത്തിലായി. ഡി.എം.കെ എം.എൽ.എ സെന്തിൽ ബാലാജിക്ക് കൂറുമാറ്റത്തിന് ശ്രമിച്ച ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന വിവരമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. സെന്തിലിന്റെ സഹോദരനെതിരെയും പോലീസ് കേസെടുത്തു. തമിഴ്നാട്ടിൽ ടി.വി.കെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എം.എൽ.എക്ക് കോഴ വാഗ്ദാനം ചെയ്തു എന്ന സംഭവത്തിൽ 3 പേർ ആണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇവർക്ക് പ്രത്യേകിച്ച് ഡി.എം.കെ നേതാവായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായി ബന്ധമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. നരേഷ് ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോകിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 35 കോടി രൂപ വാഗ്ദാനം നടത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഉത്തങ്കരെ എം.എൽ.എ ആയിട്ടുള്ള ടി.വി.കെയുടെ നേതാവ് എൻ ഇളയരാജയാണ് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ തിരുനാവക്കരസ് ഇത്തരത്തിൽ ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 15 എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പാക്കുക, അവർ രാജി ഒരുമിച്ച് നൽകുക, അങ്ങനെ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി 35 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കാണ് ഈ സംഭവം തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എം.എൽ.എമാരെ വിലയ്ക്ക് വാങ്ങി സർക്കാരിനെ അട്ടിമറിക്കാനും താഴെയിറക്കുവാനുമുള്ള ശ്രമം നടക്കുന്നത് ഡി.എം.കെയുടെ ഭാഗത്ത് നിന്നാണ് എന്ന് ടി.വി.കെ ആരോപിക്കുകയാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളായി ഇതിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളാണ് ഡി.എം.കെ നടത്തുന്നത് എന്നതുകൂടിയാണ് ഡി.എം.കെക്ക് എതിരെ ഉള്ള വിമർശനം. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി എം.കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ ടി.സി.ആർ. നിർമ്മൽ കുമാർ ടി.വി.കെയുടെ പ്രതിനിധി വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വിമർശനങ്ങൾക്ക് ഡി.എം.കെ ശക്തമായ മറുപടി നൽകുകയാണ്. അങ്ങനെ സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു നീക്കങ്ങളും തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രവുമല്ല, ടി.വി.കെ ഇപ്പോൾ ശ്രമിക്കുന്നത് അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ഡി.എം.കെയുടെ എം.എൽ.എമാരെ അടക്കമാണ് ടി.വി.കെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 1 മാസമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകളൊന്നും തന്നെ പാലിക്കാൻ വിജയ്ക്ക് സാധിക്കുന്നില്ല, വിജയ് സർക്കാരിന് സാധിക്കുന്നില്ല. ആ പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതുകൂടിയാണ് ഡി.എം.കെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഡി.എം.കെ നേതാവ് ടി.കെ.എസ്. ഇളങ്കോവൻ ആണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ എ.ഐ.എ.ഡി.എം.കെയും വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടപ്പാടി പളനിസ്വാമി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് എം.എൽ.എമാരെ തട്ടിയെടുക്കുന്നത് വിജയിയുടെ പാർട്ടിയാണ്, ടി.വി.കെ ആണ് ഇത്തരത്തിൽ അംഗങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിവരങ്ങളൊപ്പം പോലീസിന്റെ അന്വേഷണം അത് വലിയ തോതിൽ തമിഴ്നാട്ടിൽ വാക്പോരിനും രാഷ്ട്രീയ പോരിനും ആണ് കളം ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.